പാകിസ്ഥാൻ സൈനിക വക്താവിന്റെ ഒരു പരാമർശം വന്നിരിക്കുകയാണ്. ഇനി ഇന്ത്യയും പാകിസ്ഥാനുമായി സംഘർഷം ഉണ്ടാകുകയാണെങ്കിൽ കിഴക്ക് നിന്നായിരിക്കും പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുക എന്നാണ് പറയുന്നത്. ഇത്തരം വീമ്പു പറച്ചിലുകൾ കുറച്ച് നാളുകളായി തുടരുകയാണല്ലോ. അതെ, അവർ കിഴക്കും പടിഞ്ഞാറും നടുക്കും തെക്കും വടക്കും എല്ലാം നിന്ന് ആക്രമിച്ചിട്ട് ഒരു രക്ഷയുണ്ടായില്ലല്ലോ. എത്രയോ വർഷങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രോക്സി വാർ. അതിൻ്റെ നടുക്ക് തന്നെ ഭീകരരെ വളർത്തിക്കൊണ്ട് ഇന്ത്യയെ ആക്രമിച്ചിട്ട് എന്തെങ്കിലും ഫലമുണ്ടായി? ഒരു ഇഞ്ച് പോലും സ്ഥലം അവർക്ക് പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇതുവരെ? ഒന്നും ഉണ്ടായിട്ടില്ല. കുറച്ച് അലമ്പുണ്ടാക്കാം, അത് തന്നെ. ലോകമെല്ലാം ഇസ്ലാമിക ഭീകരത ഉണ്ടാക്കുന്ന പോലൊരു അലമ്പ്, അതുമാത്രമാണ് പാകിസ്ഥാൻ്റെ ഈ കാര്യത്തിലുള്ള സംഭാവന. അതിനപ്പുറം ഒന്നും നേടിയിട്ടില്ല. ഇപ്പോൾ ട്രംപിൻ്റെ ഒരു ഭീഷണി കഴിഞ്ഞു, ചുങ്കം ഭീഷണി. ഭീകരതയുടെ ഭീഷണിയും കൊണ്ട് പാകിസ്ഥാൻ, ആറ്റം ബോംബിൻ്റെ ഭീഷണിയും കൊണ്ട് പാകിസ്ഥാൻ വരുമ്പോൾ മറുവശത്ത് അമേരിക്ക ചുങ്കം ഭീഷണിയും കൊണ്ട് വന്നിരിക്കുക. ഇപ്പോൾ രാജ്യത്തിനകത്ത് ഒരു ആറ്റം ബോംബിൻ്റെ ഭീഷണി ഉണ്ടല്ലോ. അതായത് വേറെ ഒരു ആറ്റം ബോംബുണ്ട്. അതായത് ഇപ്പോൾ അതെ, ഇതിലൊക്കെ വലിയൊരു ഭീഷണി രാജ്യത്തിനകത്ത് തന്നെയുണ്ട്. ഒരു അണുബോംബ് ഇങ്ങനെ അത് ടിക് ടിക് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, മിടിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്പന്ദിച്ചുകൊണ്ടിരിക്കുക. അത് മറ്റാരുമല്ല, നമ്മുടെ പ്രതിപക്ഷ നേതാവ്. ഇങ്ങനെ നോക്കിയിരിക്കുക അവസരം. വേറെ രാജ്യങ്ങൾ വല്ലതും ആക്രമിച്ച ഇന്ത്യക്കുണ്ടായ നഷ്ടത്തിൻ്റെ കണക്കെടുക്കാൻ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് വിദഗ്ധനാവാൻ വേണ്ടി നിൽക്കുകയാണ്. അല്ലെങ്കിൽ CAG എന്ന് പറയുമല്ലോ, കൺട്രോളർ ഓഫ് ഓഡിറ്റ് എന്ന് പറയുന്ന ആൾ പോസ്റ്റ് ഉണ്ടല്ലോ, ആ പോസ്റ്റിലിരിക്കുകയാണ് പുള്ളി എൻ്റെ കണക്കെടുക്കാൻ. ഇന്ത്യക്കുമായിട്ടാണ് നഷ്ടം. മറ്റുള്ളവർ കൊണ്ടായിട്ടുള്ള ഇരട്ടി നഷ്ടവും പ്രഹരവും ഒന്നും പുള്ളിക്കൊരു വിഷയമല്ല. ഇന്ത്യക്ക് എന്തുണ്ടായി എന്ന് കണക്കെടുത്തിട്ട് അത് കണ്ട് ആഹ്ലാദിക്കാനും ആഘോഷിക്കാനും വേണ്ടിയിരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവെന്ന വിവരദോഷി. അദ്ദേഹം സുപ്രീം കോടതിയുടെ ശകാരം ഏറ്റുവാങ്ങിയിട്ട് സുപ്രീം കോടതിയെ അധിക്ഷേപിക്കുകയാണ് കോൺഗ്രസ്സുകാർ. അപ്പോൾ കോൺഗ്രസ്സുകാരാണോ സഹോദരിയാണോ പ്രിയങ്ക ജഡ്ജി ആരാന്ന്? അപ്പോൾ നെഹ്റു കുടുംബമാണ് ഇന്ത്യ ഭരിക്കുന്ന രാജകുടുംബം എന്നോ മറ്റോ ധരിച്ചു വെച്ചിരിക്കുകയാണ് ആ സ്ത്രീ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയാണ് അവരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കുട്ടിത്തം വിടാത്ത, പക്വതയില്ലാത്ത ഈ ആൾക്കാർ ഈ രാജ്യത്തെ MP-മാരും പ്രതിപക്ഷ നേതാക്കളും ഒക്കെ ആയിത്തീരുമ്പോൾ എനിക്ക് രാജ്യത്തെക്കുറിച്ച് ഒരു ആശങ്കയില്ല. പക്ഷേ ഈ കോൺഗ്രസിൻ്റെ ഒരു ഭാവിയെക്കുറിച്ച് വലിയ ആശങ്കയുണ്ട്. കോൺഗ്രസ് മുക്ത ഭാരതമാകാൻ മോദി ഒന്നും ശ്രമിക്കേണ്ടതില്ല. അത് നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള ഈ പുത്തൻ കൂറ്റുകാർ അത് സാധിച്ചോളൂ എനിക്കിപ്പോൾ ബോധ്യമാകുന്നത്. അതുകൊണ്ട് നമ്മൾ എത്ര സഹതാപം കാണിച്ചാലും ശരി, കോൺഗ്രസിന് രക്ഷപ്പെടുകയില്ല എന്നുള്ള ഉറപ്പ് വരുത്തിക്കൊണ്ടാണ്, കോൺഗ്രസിൻ്റെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണി കൂടി അടിച്ചുകൊണ്ടാണ് ഈ പുത്തൻ കൂറ്റുകാർ അവിടെ നടമാടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഇപ്പോൾ ഈ പാകിസ്ഥാൻ പറഞ്ഞതിലേക്ക് വന്നു കഴിഞ്ഞാൽ, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യം തോറ്റു എന്നുള്ളതിൻ്റെ ഒരു കുറ്റസമ്മതമാണിത്. നമ്മുടെ രാഹുൽ ഗാന്ധി പാകിസ്ഥാൻ ജയിച്ചേന്ന് പറഞ്ഞിങ്ങനെ കൈയടിച്ചുകൊണ്ട് നാടിനീളം നടക്കുന്നു പ്രചരിപ്പിക്കുന്നതിനൊരു പ്രഹരമാണ് ഏറ്റത്. അവിടുത്തെ സൈനിക വക്താവായിട്ടുള്ള അഹമ്മദ് ഷെരീഫ് ചൗധരിയാണ് ഭാരതത്തിന് ഇനിയൊരു യുദ്ധമുണ്ടായാൽ ഞങ്ങൾ കിഴക്ക് നിന്ന് ആക്രമിക്കും. ഇതൊക്കെ പൊട്ടത്തരം, മറ്റൊരു പൊട്ടത്തരമാണ്. കാരണം എന്ത് പറഞ്ഞാൽ സൈനിക സ്ട്രാറ്റജി എന്ന് പറയുന്നത് പരസ്യമായിട്ട് വെളിപ്പെടുത്താനുള്ളതല്ല. അങ്ങനെയാണ് യുദ്ധം ജയിക്കുക. ഇത് മണ്ടത്തരങ്ങൾ ആദ്യമേ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് വലിയൊരു സൗകര്യമായി. എനിക്ക് തോന്നുന്നു പാകിസ്ഥാനിലെ രാഹുൽ ഗാന്ധിയാണെന്ന് തോന്നി ഇയാൾ ഇന്ത്യക്ക് രഹസ്യം ചോർത്തിയിരിക്കുക. അപ്പോൾ ഇയാൾ ഉദ്ദേശിക്കുന്നത് ചൈനയും കൂടെ പിന്നിലുണ്ടാവും എന്നുള്ളതാണ്. ഇൻഡോ ടിബറ്റൻ ബോർഡറാണല്ലോ അത്. അപ്പം ടിബറ്റിൽ ചൈനയുടെ സാന്നിധ്യമുണ്ട്. അത് അനധികൃതമായിട്ട് കൈയടക്കി വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അവിടെ നിന്നുള്ള പട്ടാളക്കാർ വരും. അവർക്ക് നല്ല റോഡുകളുമൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്, പെട്ടെന്ന് വരാൻ പറ്റും. അപ്പോൾ അവരുടെ സഹായത്തോടു കൂടി ഞാനും മുതലച്ചാരും കൂടി ഒരു ആമയെ പിടിച്ചു എന്ന് പറയുന്ന പോലെ അവർക്ക് അവകാശപ്പെടാം അവരുടെ സഹായത്തോടെ. ഇനി നടക്കാൻ പോകുന്നില്ല. ആസിഫ് മുനീറെ, നിങ്ങളുടെ വക്താവല്ലേ പറഞ്ഞു, ഇനി അത് നടക്കാൻ പോകുന്നില്ല. എന്താണ് കാര്യം? നിങ്ങൾ പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് തീറെഴുതി കഴിഞ്ഞു. അമേരിക്കയ്ക്ക് നിങ്ങൾ തീറെഴുതി കഴിഞ്ഞു. ഇന്ത്യയെ പ്രതിരോധിക്കാൻ മാത്രമല്ല നിങ്ങളുമായിട്ട് ചങ്ങാത്തം കൂടിയത് ചൈന, മറിച്ച് അമേരിക്കയെ പ്രതിരോധിക്കാൻ കൂടിയാണോ? നോക്കൂ, കഴിഞ്ഞ ദിവസം നമ്മൾ ട്രംപിനെതിരെ പറഞ്ഞ അതേ വാക്യങ്ങൾ, ട്രംപ് ചുങ്കം ഭീഷണി ഉയർത്തിയപ്പോൾ പറഞ്ഞ അതേ വാക്യങ്ങൾ ഡിറ്റോ ആയിട്ടാണ് ചൈനീസ് വക്താക്കൾ പറഞ്ഞിട്ടുള്ളത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ചൈന നമ്മൾ പറഞ്ഞ അതേപടി ഏറ്റുപറയുന്നത്. വാക്കുകളിൽ, തോക്കുകൾ കൊണ്ട് മാത്രമല്ല വാക്കുകൾ കൊണ്ടും സംഘർഷം ഉണ്ടാക്കിയിരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള 2 രാഷ്ട്രങ്ങളാണ് ഒരേ സ്വരത്തിൽ അമേരിക്കയ്ക്കെതിരെ സംസാരിച്ചത്. നിങ്ങൾ സംസാരിച്ചോ വല്ലോ? അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് നൊബേൽ സമ്മാനം വാങ്ങിച്ചു കൊടുക്കാനുള്ള ദല്ലാൾ പണി, മാമാപ്പണിയുമായിട്ട് കിടക്കുകയല്ലേ നിങ്ങൾ? നേരെ വിരുദ്ധ കോടിയിലാണ്. മുനീറിനെ കുറിച്ചല്ല ഇയാൾ പരാമർശിക്കുന്നുണ്ട്. ആസിം മുനീറിനെ കുറിച്ച്, അതായത് ഇനിയൊരു സംഘർഷം ഉണ്ടായാൽ ഭാരതത്തെ കിഴക്ക് നിന്ന് ആക്രമിക്കുമെന്ന് പാകിസ്ഥാൻ്റെ ഭീഷണി പാക് സൈനിക വക്താവ് അഹമ്മദ് ഷെരീഫ് ചൗധരി
ഭാരതത്തിനെതിരെ ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസം ആസിഫ് മുനീർ ചൈനയിലൊരു സന്ദർശനം നടത്തി, അതിൻ്റെ വെളിച്ചത്തിലാണ്. അപ്പോൾ ചൈന പറഞ്ഞു കാണും, ഞങ്ങൾ ഇവിടെ അല്ലേ, നിങ്ങൾ പടിഞ്ഞാറ് യുദ്ധം നടത്തി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് സഹായം നൽകാൻ പറ്റും? ആസിഫ് മുനീർ എന്താ വെടികൊണ്ട പന്നിയെ പോലെ അമേരിക്കയിൽ പോകുന്നു, ചൈനയിൽ പോകുന്നു, ഭയന്ന് ഉറച്ചിരിക്കുകയാണ്. അല്ല, ഇത് സർക്കാർ നടത്തിയതാ, ട്രംപ് കൊടുത്തതാണ്. കാരണം പാകിസ്ഥാനിൽ അവർക്കൊരു താവളം വേണം. ഇന്ത്യ അനുവദിക്കത്തില്ല. ഇന്ത്യ പരമാധികാര റിപ്പബ്ലിക്കാണ്. ഇനി ഒരു അടിമത്ത രാഷ്ട്രമായിട്ട് മാറാൻ ഇന്ത്യക്ക് സാധിക്കില്ല. കാരണം ഇന്ത്യയിൽ താവളങ്ങളൊന്നും അമേരിക്കയ്ക്ക് അനുവദിച്ചു കൊടുക്കുകയില്ല. അവരുടെ F-35 നമ്മൾ വാങ്ങിക്കുകയില്ല. കാരണം എന്താ? അതിൻ്റെ കൺട്രോൾ അമേരിക്കയിലായിരിക്കും, പെൻറ്റഗണിലായിരിക്കും അതിൻ്റെ കൺട്രോൾ വരുന്നത്. അങ്ങനെ കൺട്രോളിലൊരു ആയുധം നമുക്ക് വേണ്ട. മറിച്ച് SU എന്ന് പറയുന്ന സീരീസിൽപ്പെട്ട ഏറ്റവും പുതിയ ഒരു വിമാനം നമ്മൾ ആവശ്യപ്പെടുകയാണ് റഷ്യയോട്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ അജിത് ഡോവൽ ഇന്ന് പോയിരിക്കുകയാണ് റഷ്യയിലേക്ക് അതിൻ്റെ ഇടപാടുകൾക്കായിട്ട്. അതാണെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ ആത്മനിർഭർ ഭാരതിൽ കൂടി ഇന്ത്യയിൽ തന്നെ അതിൻ്റെ എല്ലാ സാങ്കേതിക വിദ്യകളും രഹസ്യങ്ങളും കൈമാറപ്പെടും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും റഷ്യയെ അതുകൊണ്ടുകൂടിയാണ് ഈ ഹാലിളക്കവും ചുങ്കഭീഷണിയും ഒക്കെ ആയിട്ട് ഡൊണാൾഡ് ട്രംപ് വന്നത്. ഇതിൽ നിന്നൊന്നും പിന്മാറാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കി മണത്തറിഞ്ഞാണ് 24 മണിക്കൂറിനകം പുതിയ ചുങ്കം കൊണ്ടുവരുമെന്ന് പറഞ്ഞല്ലോ റഷ്യയുമായിട്ട് വ്യാപാര കരാർ നടത്തുന്നതിന്. മിണ്ടിയോ? ആ മിണ്ടാട്ടമുണ്ടോ? തോറ്റു പിൻവാങ്ങിയില്ലേ? തോറ്റമ്പി പിൻവാങ്ങി അദ്ദേഹം. ഇപ്പം റഷ്യയിൽ നിന്നുള്ള ഇടപാട് പെട്രോളിൽ ഒതുങ്ങുന്നില്ല, ഇനി ആയുധങ്ങളിലേക്ക് കൂടി പോവുകയാണെന്നുള്ള സൂചനയാണ് അജിത് ഡോവലിൻ്റെ സന്ദർശനം നടത്തുന്നത്. അത് തെളിയിക്കുന്നത് തന്നെയല്ല. പാകിസ്ഥാൻ എന്താണ് ഇങ്ങനെ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ കുറച്ചുനാൾ മൗനമായിരുന്നു. ഇന്നലെയും അതിർത്തി പ്രദേശങ്ങളിലെ വലിയ പൂഞ്ചിൽ ആക്രമണം നടത്തി. പൂഞ്ചിൽ അമേരിക്ക കൊടുത്ത വീര്യമാണ്. അമേരിക്ക ഇതുവരെ 2 ബില്യൺ, അതായത് 200 കോടി രൂപയുടെ ആയുധ സഹായമാണ് പാകിസ്ഥാന് നൽകിയിരുന്നത്. അതിൻ്റെ തിണ്ണമെടുക്കലാണ് ഇവിടെ കടന്ന് കുരച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ വീണ്ടും അമേരിക്കയുമായിട്ടൊരു ചങ്ങാത്തമായപ്പോൾ വീണ്ടും കുരയ്ക്കുകയാണ് അതിൻ്റെ ബലത്തിൽ. ചൈനയ്ക്ക് തീരെ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ഇത്, അമേരിക്കയുമായിട്ടുള്ള ചങ്ങാത്തം എന്ന് പറയുന്നത്. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഇപ്പോൾ എന്ത് പറ്റും? പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള ബന്ധം അത് പിന്നെ പതുക്കെ അയവ് വന്നു തുടങ്ങുന്നതിൽ ഇന്ത്യയുമായിട്ട് കൂടുതൽ അടുത്തുകൂട്ടിയിരിക്കുകയാണ് മറുവശത്തുകൂടി. ഇപ്പോൾ ഈ റഷ്യ ചൈന അല്ല, അങ്ങനെയാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ നല്ല ബന്ധം സ്ഥാപിക്കുമ്പോൾ അവിടെ പാകിസ്ഥാനിന് റോളുണ്ടോ? പിന്നെ എന്തുദ്ദേശത്തിലാണ് ഈ സൈനിക മേധാവി കിഴക്ക് നിന്നെന്ന് ഉദ്ദേശിച്ചത്? ഇനി കിഴക്കെന്ന് ഉദ്ദേശിക്കുന്ന ബംഗ്ലാദേശാണോ? കിഴക്ക് നിന്ന് എന്നുദ്ദേശിക്കുന്നത് ബംഗ്ലാദേശ് ആവാനും ഒരു സാധ്യത നമുക്ക് കാണാതിരുന്നുകൂടാ. കാരണം അതും കിഴക്ക് ഭാഗത്ത് തന്നെയാണല്ലോ. അല്ല, കാരണം ഈ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് തന്നെ ബംഗ്ലാദേശിന്റെ ഭാഗത്ത് നിന്ന് ഈ പരാമർശം ഉണ്ടായിട്ടുണ്ടല്ലോ, ഞങ്ങൾ പാകിസ്ഥാന്റെ സഹായത്തോടു കൂടി തന്നെ ഇന്ത്യ ആക്രമിക്കുമെന്ന്. ഇതുപോലുള്ള ഏതോ ഓരോ പറഞ്ഞു. അത് കുഴപ്പമില്ല, അങ്ങനെയെങ്കിൽ നമുക്ക് എളുപ്പമായി. 1971 എൻ്റെ 18 ദിവസത്തെ യുദ്ധം കൊണ്ടാണല്ലോ മുഴുവൻ തച്ചുടച്ച് തീർത്ത് കളഞ്ഞത്. അപ്പോൾ നമുക്ക് വളഞ്ഞിട്ട് ആക്രമിക്കാൻ വലിയ അവസരമാണ് ഒരുക്കുന്നത്. എന്ന് മാത്രമല്ല, നമ്മുടെ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ചിറ്റഗോങ് അവർ കൈയടക്കി വെച്ചിരിക്കുകയാണ് ബംഗ്ലാദേശ്. അത് പിടിച്ചെടുക്കാനൊരു അവസരമാകും. കാരണം ആ ഭാഗത്ത് നമുക്കൊരു തുറമുഖം വേണം, അവിടെ ഇല്ല. ഇന്ത്യയിലെമ്പാടും തുറമുഖങ്ങളൊക്കെ വികസിപ്പിച്ചിട്ടുണ്ടെങ്കിലും സാഗർമാല പദ്ധതിയുടെ ഭാഗമായിട്ട്, പക്ഷേ ഇവിടെ മാത്രം നമുക്കൊരു തുറമുഖം, സ്ട്രോങ് ആയിട്ടുള്ള തുറമുഖങ്ങൾ പശ്ചിമ ബംഗാളിലും ഉണ്ട്. കാര്യം ശരി തന്നെ, കൽക്കട്ട തുറമുഖം തന്നെയുണ്ട്. പക്ഷേ ഇവിടെ ഒരു തുറമുഖം, അതിനപ്പുറത്ത് ചൈനയോട് അടുത്തൊരു തുറമുഖം കൂടി നമുക്ക് വേണം, പാകിസ്ഥാനോട് അടുത്തും. ആ ചിറ്റഗോങ് പിടിച്ചെടുക്കണം. കാരണം ജനസംഖ്യാപ്രകാരമാണല്ലോ ഡിവിഷൻ നടന്നത്, വിഭജനം നടന്നത്. അവിടെ നമുക്ക് 95% ഹിന്ദുക്കളുള്ള പ്രദേശമാണ്. അതെങ്ങനെ വിട്ടുകൊടുത്തു ബംഗ്ലാദേശിനെന്നുള്ളത് ഇന്നും വ്യക്തമല്ല, ദുരൂഹമാണ്. അത് തിരിച്ചു പിടിച്ചിങ്ങെടുക്കണം, അത്രയേ ഉള്ളൂ. അതും കൂടെ തിരിച്ചു പിടിക്കാൻ സാധിക്കും. കാരണം അവിടെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള വലിയ പ്രാധാന്യമുള്ള ഒന്നാണ് ചിറ്റഗോങ് തുറമുഖം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ പിടിച്ചെടുക്കാൻ ഒരു അവസരം നമുക്ക് തരികയാണ്. ബംഗ്ലാദേശിലേക്ക് വന്നിട്ട് പാകിസ്ഥാൻ ഒരു കുന്തവും ചെയ്യാനല്ല എന്നുള്ളത് 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധം വളരെ പരസ്യമായിട്ട് തന്നെ തെളിയിച്ചിട്ടുള്ളതാണ്. ഏത് ദിക്കിൽ നിന്ന് അവർ യുദ്ധം ചെയ്താലും ഇന്ത്യയെ ജയിക്കാൻ അവർക്ക് കഴിയുകയില്ല എന്നുള്ളത് വളരെ വ്യക്തവുമാണ്. തന്നെയല്ല, ഇനിയിപ്പോൾ വരാൻ പോകുന്ന റഷ്യയുടെ ശക്തമായ പിന്തുണ, അമേരിക്ക പോലല്ല റഷ്യ, പാകിസ്ഥാനോട് വളരെയധികം അടുത്ത് കിടക്കുന്ന ഒരു രാഷ്ട്രമാണ്. അതുകൊണ്ട് തന്നെ ഇനി അവരുടെ ഒരു ഉന്നവും വിജയിക്കാൻ പോകുന്നില്ല, തകർന്ന് തരിപ്പണമാവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അമേരിക്ക ഈ വാക്കാലും പണത്താലും ആയുധത്താലും സഹായിക്കുമെങ്കിലും നേരിട്ട് ആ ഒരു യുദ്ധ മുഖത്തേക്ക്, വാർ ഫ്രണ്ടിലേക്ക് അമേരിക്ക എത്തുകയില്ല. അവരുടെ നയം അതാ. ഉക്രൈനിൽ അങ്ങനെ അവർ വരുന്നില്ലല്ലോ, അമേരിക്കൻ പട്ടാളക്കാർ വരുന്നുണ്ടോ? ഇല്ല. വാക്കുകൊണ്ട് മാത്രമുള്ള അധര വ്യായാമം മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഫലത്തിൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.